ഹായ്, നമസ്കാരം എല്ലാവർക്കും. പുതുവർഷം കിടക്കാൻ പോവുകയാണ്. 26 ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാവരോടും. കേൾക്കോ ഇല്ലേന്നറിയില്ല. നമ്മൾ 25 അല്ലെങ്കിൽ 24 ഇങ്ങനെ കലണ്ടറിൽ അല്ലെങ്കിൽ ഡേറ്റുകളൊക്കെ കടന്ന് പോയിട്ട് കാര്യമില്ല, കൊല്ലവർഷം കടന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓരോന്ന് വർഷം കഴിയുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ നമ്മളെ മനസ്സുകൊണ്ടും നമ്മളെ ഈ സമൂഹത്തിൽ, പ്രകൃതിയിൽ, നമ്മൾ ഒരു നമ്മളെ മനസ്സിലൊരു കലഹം നമുക്കൊരു കപടമില്ലാണ്ട്, നമുക്ക് വേണ്ടാത്തൊരു ദുഷ്കാര്യങ്ങളായിട്ട് മുഷ്പത്തലില്ലാണ്ട് നല്ലൊരു മനസ്സായിട്ട് മാറാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് സഹോദരിമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് തെറ്റില്ലാണ്ട് ഒരു വ്യക്തിനെ പിന്തുടർന്ന് പോവാണ്ടിരിക്കുക. തെറ്റ് കണ്ടിട്ട് നമ്മൾ പിന്തുടർന്ന് പോകാൻ പാടുള്ളൂ. പിന്നെ സത്യം എന്തായാലും വിജയിക്കും. അതെങ്ങനെ പോയാലും ഏത് രീതിയിൽ പോയാലും പരമാവധി ആലോചിച്ചിട്ട് വേണം എന്ത് കാര്യം നമ്മൾ മുന്നോട്ട് എടുക്കാനും മുന്നോട്ടൊരു തീരുമാനത്തിൽ പോകാനും. അപ്പോൾ പരമാവധി മറ്റുള്ളവരായിട്ട് തല്ലുകൂടാണ്ടും വഴക്കൂടാണ്ടും വൈരാഗ്യ ബുദ്ധി കാട്ടാണ്ടും 10 രൂപ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. അവരും നന്നാവണം, സമൂഹത്തിൽ എല്ലാവരും നന്നാവണം, എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാവണം, എനിക്ക് നല്ലത് വരുന്നെന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ പരമാവധി നന്മകൾ ചെയ്യാൻ പറ്റുമോ നോക്കുക. നന്മകൾ മനസ്സിൽ വിചാരിക്കുക. അവരെ കുട്ടികൾ പോലെയാണ് നമ്മളെ കുട്ടികളും, നമ്മളെ കുട്ടികൾ പോലെയാണ് അവരെ കുട്ടികളും. അപ്പോൾ ഒരാളൊന്ന് ഓയിപ്പിക്കാണ്ട് നോക്കുക. ഒന്നും മിണ്ടുമ്പോഴേക്കും എന്താ പറയുക, അടിക്കുക, തൊഴിക്കുക, അല്ലെങ്കിൽ ഒരാളില്ലാണ്ടാക്കുക. നമുക്കതിന് നിയമങ്ങളുണ്ട്, എന്താ പറയുക, രീതികളുണ്ട്. നിയമപ്രകാരം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ എന്ത് വിഷയങ്ങളും. അങ്ങനെ നമ്മളായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾക്ക് പറ്റാത്ത കണ്ടു അല്ലെങ്കിൽ എന്ത് വിഷയമാവട്ടെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ വേണ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്തിക്കണം. അല്ലാണ്ട് അടിച്ച് ഒരാളില്ലാണ്ടാക്കാൻ പാടില്ല. ഇനി ഇപ്പം അടുത്ത് തന്നെ ഞാൻ കേട്ടാണ്, വണ്ടി തട്ടിയതിന് ഒരാളിട്ട് എല്ലാവരും കൂടി അടിച്ച് എന്താ പറയുക, ഒരുവിധ ആക്കിയെന്ന് പറയാം. പക്ഷേ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഒരാളടിച്ച് ഇല്ലാണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ അടിക്കാൻ പോയിട്ടോ ഒന്നും നമുക്ക് കിട്ടാൻ പോകില്ല. പരമാവധി നമ്മൾ അതിൻ്റെ നിയമപ്രകാരമായിട്ട് ചെയ്തില്ലെങ്കിൽ അത് അടുത്ത നിയമപ്പടിക്ക് പോകണം. നിയമത്തിലുള്ള അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ഈ വ്യക്തിനെ ഇല്ലാണ്ടാക്കിയിട്ടോ വ്യക്തിനെ നശിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടി അടിച്ച് ഇല്ലാണ്ടാക്കിയാലും നിങ്ങൾക്കും സന്തോഷം കിട്ടില്ല. പരമാവധി മിണ്ടുമ്പോഴേക്കും ദേഷ്യപ്പെടാണ്ടിരിക്കുക, ഒരാളെ ഉപദ്രവിക്കാണ്ടിരിക്കുക. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞ ഭാര്യമാർക്കും ഭർത്താവിനും വിശ്വാസം ഉണ്ടാവുക, ഭർത്താക്കന്മാർക്കും ഭാര്യമാരോട് വിശ്വാസം ഉണ്ടാവുക. കുട്ടികൾക്കും നല്ലതും നന്മകളായിട്ട് അമ്മയച്ചനും കാട്ടി കൊടുക്കാൻ പറ്റുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, നന്മകൾ വരട്ടെ. കഴിഞ്ഞ വർഷത്തെ ദുഃഖങ്ങൾ മാറി പുതിയ വർഷത്തിൽ നല്ലത് വരട്ടെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ.